ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ മാറി നല്ല തണുപ്പൊക്കെയായി. അപ്പോൾ നമ്മളിന്ന് ഡെസേർട്ടിൽ ഗ്രില്ല് ചെയ്യാൻ പോവുക. അപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കനും സോസേജുമാണ് എടുത്തിരിക്കുന്നത്. സോസേജ് ഞാനിങ്ങനെ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുക്കുകൊണ്ട് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കും. ചിക്കനാണെങ്കിലും ഇത് വലിയ പീസ് ലെഗും തൈയും കൂടുള്ള പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് 2 വര ഇട്ട് കൊടുക്കും. പിന്നെ ഈ ചിക്കനും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ തൈരും ഉപ്പും ചേർത്ത് 1 മണിക്കൂർ പുരട്ടി വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്ത് വെള്ളം വാലാൻ വെക്കുന്നത്. ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു മിക്സിയിലോട്ട് 1 പിടി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ, നല്ല പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി. പിന്നെ 2 സവോളയാണെങ്കിലും ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 6-7 പച്ചമുളക്, 1 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കണേ. ടൊമാറ്റോയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലയ്ക്ക് വെള്ളം ചേർക്കത്തില്ലേ, വെള്ളത്തിന് പകരം നമ്മൾ ഈ ടൊമാറ്റോയുടെ നീരും കൊണ്ട്, പിന്നെ ഞാൻ ഇതിനകത്ത് 2 ലെമൺ ചേർക്കുന്നുണ്ട്. ആ ലെമണിൻ്റെ നീരും ടൊമാറ്റോയുടെ നീരും കൊണ്ടുപോവാം ഇത് മസാല നല്ല അരഞ്ഞ് നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നത്. ഇനി ലെമൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം നമുക്ക് 2 സ്പൂൺ വിനീഗർ ചേർക്കാവുന്നതാണ്. ലെമണാണ് ഏറ്റവും ടേസ്റ്റ്. 2 കഷ്ണം പട്ട, 2 ഏലക്കായുടെ അരി, 3 ഗ്രാമ്പു, 1 പിഞ്ച് പെരിഞ്ജീരകം, 1/4 സ്പൂൺ കുരുമുളക്. ഇത്ര നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ കാശ്മീരി മുളക്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ചിക്കനുള്ളത് വേറെയും സോസേജിനുള്ളത് വേറെയുമായിട്ട് എടുക്കാമേ. കുറച്ച് മസാല മതി, ഇത്രയും മസാല മതി സോസേജിന്. സോസേജ് എല്ലാം നമുക്ക് മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇനി ചിക്കനുള്ള മസാല എടുക്കാമേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടി എടുക്കാം. ചിക്കനും സോസേജും ഒക്കെ നമ്മളിങ്ങനെ പുരട്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ 1 മണിയായി ഇവിടെ. നമ്മളിനിയും രാത്രിയാവും, സന്ധ്യയാകും ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും ഒരു 5-6 മണിക്കൂർ ഇത് നല്ല സെറ്റായിക്കോളും. നമ്മളൊരു 3:30 ആയപ്പം വീട്ടിൽ നിന്നിറങ്ങി. നമ്മൾ പോകുന്ന വഴിക്കാണ് മുഷ്റഫ് മാളിൽ കയറി നമുക്കിനി ബാക്കി ഗ്രില്ല് ചെയ്യാനുള്ള കരിയും വിറകും അങ്ങനെയൊക്കെയുള്ള നമുക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. മുഷ്റഫ് മാളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഴുവൻ ഒരു ക്രിസ്മസ് വൈബിലാണ് മാളെല്ലാം. നമ്മളിവിടുന്ന് ചാർക്കോളും വിറകും ഒക്കെ ഇവിടുന്നാണ് മേടിച്ചത്. നമ്മളിവിടുന്ന് കുപ്പൂസും ഗാർലിക് പേസ്റ്റും ഹമൂസും വെള്ളവും അങ്ങനെയെല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണേ.
നമ്മളിന്ന് പോകുന്നത് അൽക്വ മിൽക്കി വേ സ്പോട്ടിലാണ് പോകുന്നത്. നമ്മൾ ഡിസംബർ 13-നാണ് പോയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hour യാത്രയുണ്ട്. ഡാർക്കസ്റ്റ് സ്കൈ സ്പോട്ട് ഇൻ UAE ആണ് അൽക്വ ഡെസേർട്ട്. ഏറ്റവും കുറവ് പൊല്യൂഷനുള്ള റീജിയനാണ് അൽക്വ ഡെസേർട്ട്. നമ്മളിന്ന് പോകുന്നത് മീറ്റിയോർ ഷവർ അഥവാ ഉൽക്കമഴ കാണാനാണ്. ഇവിടം വരെ റോഡ് നല്ലതുള്ളൂ. ഇവിടം കഴിയുമ്പോൾ ഒരു ഓഫ് റോഡാണ്. ലൈറ്റ്സ് ഒന്നുമില്ല. നല്ല രസമാണ് നമുക്ക് പോകാൻ. ലൈറ്റ്സ് ഒന്നുമില്ല. ആകാശത്തുനിന്ന് നമുക്ക് നന്നായിട്ട് സ്റ്റാർസും ഉൽക്കമഴയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അത്രയും അത് വിസിബിളല്ല. മീറ്റിയോർ ഷവർ അഥവാ ഉൽക്കമഴ എന്ന് പറയുന്നത് 2025 ഡിസംബർ 13-14 ദിവസങ്ങളിലാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. രാത്രി 10 മണി മുതൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാത്രി 2 മണി തൊട്ട് 5 മണി വരെയാണ് നമുക്ക് അത്ഭുതകരമായിട്ടിത് കാണാൻ പറ്റുന്നത്. പല കളറിലും പല വലിപ്പത്തിലും ഉൽക്ക മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് മണിക്കൂറിൽ 120-ൽ കൂടുതൽ ഉൽക്കകളാണ് ഒരു മണിക്കൂറിൽ നമുക്കിത് കാണാൻ പറ്റുന്നത്. മീറ്റിയോർ ഷവർ കാണാൻ വേണ്ടി നമ്മൾ നല്ല ഡാർക്കുള്ള സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ നല്ല 3 വശവും നല്ല സാൻഡ് ഡ്യൂണുള്ള നല്ലൊരു ഡാർക്ക് സ്പോട്ട്, ഒരു കുഴി പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയി ചെന്ന് നമ്മളിരുന്നു. നമ്മളവിടെ ഗ്രില്ലൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് പിന്നെ ഇവാനയുടെ കുറച്ച് ഡാൻസും പിള്ളേരുടെ കുറേ കളികളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ വിറക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിറകുമൊക്കെ കത്തിച്ച് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് മീറ്റിയോർ ഷവർ കണ്ടു. നമ്മൾ നല്ല സാൻഡ് ഡ്യൂണിൽ, നല്ല ചെരിഞ്ഞ് കിടക്കുന്ന സാൻഡ് ഡ്യൂണിൽ നമ്മൾ മാറ്റൊക്കെ വിരിച്ച് നമ്മളെല്ലാവരും അവിടെ കിടന്നുകൊണ്ടാണ് നമ്മൾ മീറ്റിയോർ ഷവർ കണ്ടത്. എങ്ങനെ പറയണമെന്നറിയത്തില്ല. ഒരു വശത്തോട്ട് നോക്കുമ്പോൾ കാണും, ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ കാണും. അങ്ങനെ നമ്മൾ ഫുൾ അവിടെ ഇവിടെ ഓടി നടക്കുമായിരുന്നു മീറ്റിയോർ ഷവർ. നല്ല ഭംഗിക്ക് നമുക്ക് കാണാൻ പറ്റി. നല്ല സന്തോഷമായി. പിള്ളേർക്കൊക്കെ ഒരു അറിവല്ലേ അതൊക്കെ കാണുന്നത്. എനിക്കാണ് ഇത്രയും പ്രായമായിട്ട് ഞാനിതൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ പിറ്റേ ദിവസം 5 മണി കഴിഞ്ഞു അവിടുന്ന് നമ്മൾ പോരുമ്പം. വെളുപ്പിനെ 4:30 വരെയും ഉൽക്കമഴ നമുക്ക് കാണാൻ നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മളൊരു 5 മണി കഴിഞ്ഞപ്പം അവിടുന്ന് പോന്നു. നമ്മൾ വീട്ടിലൊരു 7 മണിയോടുകൂടി എത്തി.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഓക്കേ.